കെ മുരളീധരൻ ചെയ്യുന്നു. ശ്രീ കെ മുരളീധരൻ, ഒടുവിൽ എല്ലാ നടപടികളും നിർത്തിവെക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു. കേസെടുത്ത കേസ് പിൻവലിക്കും, ഇനി പുതിയ കേസ് എടുക്കില്ല, മെറ്റയ്ക്ക് കത്തയക്കില്ല. പൂർണ്ണാർത്ഥത്തിൽ ആ ചർച്ചയ്ക്ക് തന്നെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ സർക്കാർ ആഗ്രഹിക്കുന്നു. കെ മുരളീധരൻ, നല്ല കാര്യമല്ലേ? ഇത് നേരത്തെ അങ്ങ് ചെയ്താൽ പോലെ ഇരുന്നോ? അതെന്തിനാ വെറുതെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇത് സ്വർണം കട്ടയിനല്ലല്ലോ സർക്കാരിന് പരാതി, അത് വിളിച്ചു പറഞ്ഞാലാണ് പരാതി. ഏതായാലും വളരെ വൈകിയാണെങ്കിലും ഈ ഒരു ബുദ്ധി ചോദിച്ചാൽ നന്നായി, അതിന് ഏതായാലും സ്വാഗതം ചെയ്യും. അല്ല ശ്രീ കെ മുരളീധരൻ, ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ സജീവ ചർച്ചയാക്കി നിർത്തുക എന്നുള്ള നിങ്ങളുടെ ഒരു പരോക്ഷ രാഷ്ട്രീയ ലക്ഷ്യത്തിന് കൂടിയുള്ള തിരിച്ചടിയാണോ ശ്രീ കെ മുരളീധരൻ? ഇല്ല, സ്വർണം കട്ട കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നവരെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കേസ് തേച്ച് മാച്ച് കളയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അല്ല ശ്രീ കെ മുരളീധരൻ, ഇപ്പോൾ പല സർക്കാർ ഉദ്യോഗസ്ഥരിൽ പലരുണ്ടാവുമല്ലോ, അപ്പോൾ ഇത്തരത്തിൽ മണ്ടൻ നിയമോപദേശം കൊടുക്കുന്നവരുണ്ടാവുമല്ലോ. അത്തരത്തിലൊരു മണ്ടൻ ഒരു പൊട്ടൻ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത കേസ് എന്ന് വേണേൽ കണക്കാക്കിക്കൂടെ? അത് തിരിച്ചറിഞ്ഞപ്പോൾ പിൻവലിച്ചു എന്നും ആലോചിച്ചൂടെ കെ മുരളീധരൻ? അല്ല, ഇത് ശരിക്കും നോക്കിയാൽ ഭക്തജനങ്ങളെ UDF-നെതിരെ തിരിച്ചുവിടാൻ നോക്കിയതാണ്. അത് ചെലവാവില്ല എന്ന് കണ്ടപ്പോൾ പിൻവലിച്ചു, അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ശ്രീ കെ മുരളീധരൻ. ഷഫീദ് റാവുത്തർ, ഞാൻ ചോദിച്ചു വന്നത് ഇത്തരത്തിൽ ഷൂ എറിയുന്നത് എങ്ങനെയാണ് വധശ്രമമാവുക എന്ന് കോടതി ചോദിച്ചു. പോലീസ് ആകാശത്തോട് നിൽക്കുകയായിരുന്നു. അതിന് മറുപടി പറയാൻ പറ്റത്തില്ല. FIR എഴുതി വെച്ചവർക്ക് അത് കോടതിയിൽ പോയി മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ ഇത് കോടതിയിലേക്കൊക്കെ എത്തിയാൽ ഇത് മതവികാരം വ്രണപ്പെടുന്നത് എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയ്ക്ക് കാരണമാവുക എന്ന് കോടതി ചോദിച്ചാൽ എന്ത് മറുപടി പറയും? കോടതിയിലെ സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ടുണ്ടാവില്ലേ ഈ എൻ്റെ തീരുമാനങ്ങളിൽ? ഷഫീദ്, ഹാഷ്മി, ഉറപ്പായിട്ടും. അതായത് നമ്മൾ ഹാഷ്മി തന്നെ ഇപ്പോൾ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഷൂ വെയർ. അന്ന് നമ്മൾ ആ FIR-ൽ കണ്ടത് വധശ്രമം, അതായത് വാഹനമൊക്കെ മറച്ചിട്ട് അല്ലെങ്കിൽ വാഹനമൊക്കെ അട്ടിമറിച്ചിട്ടുള്ള വധശ്രമം എന്നുള്ളതാണ്. ആ FIR ആണ് പിന്നീട് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതും അത് വലിയ വിവാദമായി മാറിയതും. സമാന സ്വഭാവത്തിൽ, അതായത് സമാന രീതിയിൽ കേവലം ഒരു പാരടിപ്പാട്ട്. ഞാൻ നേരത്തെ ആദ്യഘട്ടം സൂചിപ്പിച്ചതുപോലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നുള്ളത് ഒരു ചോദ്യമാണ്. 9,000-ൽ കൂടുതലായിരിക്കാം. അങ്ങനെയുള്ള സ്ഥലത്ത് എത്ര പാരടി ഗാനങ്ങൾ, അത് പ്രാദേശികമായിട്ടുള്ള അവരുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും അവിടുത്തെ സാമൂഹികമായ പ്രത്യേകതകളും അനുസരിച്ച് പലതരത്തിലുള്ള പാട്ടുകൾ വരാം. അങ്ങനെ പല പാട്ടുകളും മുൻപത്തെ തെരഞ്ഞെടുപ്പിലൊക്കെ വൈറലായി നമ്മൾ കണ്ടിട്ടുണ്ട്. കേസെടുക്കാനുള്ള തീരുമാനം രാഷ്ട്രീയമായും നൈതികമായും ഒക്കെ തെറ്റായിരുന്നു. ആ തെറ്റ് തിരിച്ചറിഞ്ഞ സർക്കാരിന്, പിൻവലിച്ച സർക്കാരിന് അഭിനന്ദനങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.